ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിയ മലനാട്ടിൽ, ഇസ്രായേലിൽ, ജെറുസലേമിൽ, പാലസ്തീനായിൽ ഇതൊരു നിശബ്ദ ശനിയാഴ്ചയായിരുന്നു. മഗ്ദലക്കാരത്തി മറിയവും പത്രോസും യാക്കോബും യോഹന്നാനും കനായിലെ നഥനയിലും തോമസും എല്ലാ ശിഷ്യന്മാരും ഒളിവിലിരിക്കുന്ന, പുറത്തിറങ്ങാതിരിക്കുന്ന, ശാന്തമായിരിക്കുന്ന, ആരവാരങ്ങളും പരിവേഷങ്ങളും സന്നാഹങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു നിശബ്ദ ശനിയാഴ്ച. പലരുടെയും മനസ്സിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞെന്ന്. ക്രൂശിൽ അവൻ പറഞ്ഞത് ചിലർ കേൾക്കുകയും ചെയ്തു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന്. പക്ഷേ ഹബക്കൂക്കിനോട് ചോദിക്ക്, ഹബക്കൂക്കെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക സമയത്ത് നിശബ്ദനായിരുന്നെങ്കിലും ആ നിശബ്ദതയുടെ കാലഘട്ടം കൊണ്ട് നിന്റെ ജീവിതം തീർന്നോ? തീർന്നില്ല. നിന്റെ കാലിനെ പേടമാൻ കാല് പോലെയാക്കി നിന്നെ ഉന്നത ഗിരികളിൽ എത്തിക്കുവാൻ അവൻ നിനക്ക് വേണ്ടി വായു തുറന്നു. താങ്ക് യു ജീസസ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 25 വർഷത്തെ നിശബ്ദത. ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 17 വർഷത്തെ നിശബ്ദത. നോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവിക നിശബ്ദത. സക്കരിയാവിന്റെയും എൽസബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട നാളത്തെ നിശബ്ദത. മനോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവികമായ നിശബ്ദത. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിരുന്നു നീണ്ട 13 വർഷങ്ങൾ ദൈവികമായ നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയുടെ കാലഘട്ടങ്ങളിലും കിന്നരമെടുത്തു വെച്ച്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, യഹോവ എൻ്റെ ജീവന്റെ ബലം.